Good afternoon. നമുക്കിന്ന് മെൻസുറേഷൻ 2D നോക്കാം. സോ മെൻസുറേഷൻ 2Dയിൽ 2 ഡയമെൻഷൻ ഫിഗേഴ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. 2 ഡയമെൻഷൻ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻസ് മാത്രമുള്ളത്. ഇപ്പൊ ബ്രെഡ്ത്തും ലെങ്ത്തും മാത്രമുള്ളത്, അങ്ങനെ 2 ഡയമെൻഷൻസ് മാത്രമുള്ളതിനാണ് 2 ഡയമെൻഷൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. 3Dയിലോട്ട് വരുമ്പം ബ്രെഡ്ത്ത്, ലെങ്ത്, ദെൻ ഹൈറ്റും കൂടി വരും. 3 ഡയമെൻഷൻസ് വരും. 3D ഫിഗേഴ്സ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ 2D ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 2D ഫിഗേഴ്സ് വരുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് സ്ക്വയർ, റെക്ടാങ്കിൾ, ദെൻ റോംബസ്, പാരലോഗ്രാം, സർക്കിൾ, ട്രയാങ്കിൾ, അങ്ങനെ കുറച്ച് ഫിഗേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഇതിനെല്ലാം കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഏരിയ കാണുന്നത്, ചില ഫിഗേഴ്സിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്, അങ്ങനെ ഇക്വേഷൻസ് എല്ലാം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിൽ ഞാൻ ഓരോ ഫിഗേഴ്സിന്റെ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇപ്പൊ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ടൈം കിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആപ്പിലെ ക്ലാസ് കിടപ്പുണ്ട്, നിങ്ങൾക്കൊന്ന് കയറി നോക്കാം. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഓരോ ഫിഗറിന്റെയും ഇക്വേഷൻസ് പറഞ്ഞുതരാം. നമുക്ക് അതിന് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ഇപ്പൊ റെക്ടാങ്കിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. റെക്ടാങ്കിളിന്റെയും സ്ക്വയറിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. റെക്ടാങ്കിളിന്റെ കേസിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യമേ സ്ക്വയറിന്റെ കേസ് നോക്കാം. സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ 4 സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സൈഡ് എ ആണെങ്കിൽ നാല് സൈഡും എ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെരിമീറ്റർ മീൻസ് ചുറ്റളവ് എന്തായിരിക്കും? എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ 4a ആയിരിക്കും. ദെൻ ഏരിയയോ? സൈഡ് എ ആണെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആയിരിക്കും. ഡയഗണൽ എന്തായിരിക്കും? ഡയഗണൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. കാരണം ഇന്റർണൽ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആണ്. നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിൽ നിന്ന് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് വരും. ഡി എന്ത് വരും? √2a എന്ന് വരും. സോ ഡയഗണൽ ഇക്വേഷൻ ആണ്. ഡയഗണൽ എന്ന് പറയുന്നത് √2 ടൈംസ് സൈഡ് ഓഫ് ദി സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആൻഡ് പെരിമീറ്റർ 4a. സ്ക്വയറിന്റെ കേസ്. റെക്ടാങ്കിളിന്റെ കേസ് ആണെങ്കിലോ? റെക്ടാങ്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. 4 സൈഡ് ഈക്വൽ അല്ല. ഇതിപ്പോ ഞാൻ ലെങ്ത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ബ്രെഡ്ത്ത് ആയിരിക്കും. ഡയഗണൽ ഡി. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്റർ എന്തായിരിക്കും? ചുറ്റളവ്. പെരിമീറ്റർ എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇത് വരും. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഡയഗണൽ എന്ത് വരും? ഡയഗണൽ √ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നും വരും. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. സ്ക്വയറിന്റെ കേസിൽ പെരിമീറ്റർ 4a, ഏരിയ എ സ്ക്വയർ, ഡയഗണൽ √2a. റെക്ടാങ്കിളിന്റെ കേസിൽ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, പെരിമീറ്റർ 2 ഇൻറ്റു എൽ പ്ലസ് ബി, ഡയഗണൽ √ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ബാക്കി ഫിഗേഴ്സിന്റെയും കൂടി പറഞ്ഞുതരാം. ഇനിയുണ്ട്. ഇനി റോംബസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോംബസ്, ദെൻ പാരലോഗ്രാം, ട്രപ്പീസിയം, സർക്കിൾ, ട്രയാങ്കിൾ, ഇതെല്ലാം നോക്കാം. മെൻസുറേഷനിൽ നിങ്ങൾ ഇൻഡെപ്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പം സർക്കിളിന്റെ കേസ് അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ കേസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡെപ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. മെൻസുറേഷനിൽ ഏരിയ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ജോമെട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് അത് SSC-ക്കാർക്കുള്ളതാണ്. അപ്പൊ അവിടെ വരുമ്പോഴാണ് ബാക്കിയൊക്കെ നോക്കുന്നത്. ഇവിടെ ഇപ്പൊ ഏരിയ, വോളിയം റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെൻസുറേഷനിൽ ചെയ്യുന്നത്. മെൻസുറേഷൻ 3D വരുമ്പോൾ വോളിയം കൂടി വരും. നമുക്കപ്പം ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ്, നിങ്ങൾക്ക് ആൻസർ കിട്ടി കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാം, എനിക്ക് കാണാം. റേഷ്യോ ഓഫ് ലെങ്ത് ടു ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ ആണ് 5:3. ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എങ്ങനെയാ കൊടുത്തേക്കുന്നത്? ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 33.33% ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ എന്നാ പറഞ്ഞേക്കുന്നത്.
സോ ഈ 33.33% ഫ്രാക്ഷൻ അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ കൊടുത്തേക്കുന്നത് സ്ക്വയറിന്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിന്റെ ഏരിയ 1296 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ്, അല്ലെങ്കിൽ ചുറ്റളവ്. ഓക്കെ, ഗ്രീഷ്മ ആൻസർ പറഞ്ഞിട്ടുണ്ട് 64. ബാക്കി എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആക്ച്വലി നിങ്ങൾ പെർസെന്റേജ് വാല്യൂ ഒക്കെ കണ്ടിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, ഇത്രയും ടൈം മതിയല്ലോ. ലെങ്ത് ഈസ് ടു ബ്രെഡ് റേഷ്യോ തന്നിട്ടുണ്ട്, എത്രയാ? 5:3 ആണ്. 5:3. ഓക്കെ, ലെങ്ത് ഈസ് ടു ബ്രെഡ് റേഷ്യോ 5:3 ആണ് തന്നേക്കുന്നത്. ദെൻ ബ്രെഡ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞേക്കുന്നത് 33.33% ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. 33.33% എന്ന് പറയുമ്പോൾ 1/3. 1/3 ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. സ്ക്വയറിന്റെ സൈഡ് ഞാൻ എഴുതി നോക്കും. ദെൻ ഏരിയ കൊടുത്തിട്ടുണ്ട്, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് എ ആണെങ്കിൽ എ സ്ക്വയർ ആണ് ഏരിയ. എ സ്ക്വയർ ആണ് 1296. അതിൽ നിന്ന് എ കിട്ടുമല്ലോ. സൈഡ് എന്ത് വരും? √1296 എന്ന് വരും. √1296 എത്രയാ? 36 ആണ്. 36. സോ ഇവിടെ 1/3 into 36 എന്ന് വരും. സോ ബ്രെഡ്ത്ത് എത്രയെന്ന് കിട്ടി? ബ്രെഡ്ത്തിന്റെ ഒറിജിനൽ വാല്യൂ 12 ആണ്. ക്വസ്റ്റ്യനില് റേഷ്യോയില് ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് 3 എന്നാ കൊടുത്തേക്കുന്നത്. 3ന്റെ ഒറിജിനൽ വാല്യൂ ആണ് 12. 3 12 ആകാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ലെങ്ത് എന്തായിരിക്കും? 5 into 4 20 ആയിരിക്കും ലെങ്ത്. സോ റെക്ടാങ്കിളുടെ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ 2 into L plus B, 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. സോ 2 into 20 plus 12, 2 into 32 എന്ന് വരും. 2 into 32 64 സെന്റിമീറ്റർ ആണ്. 64 സെന്റിമീറ്റർ. ആക്ച്വലി നിങ്ങൾക്ക് മെൻസുറേഷനിലെ ഒരു 80% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇക്വേഷൻസ് നല്ല രീതിയിൽ അറിയാമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂണിറ്ററി മെത്തേഡും പിന്നെ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ വാല്യൂസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാൽക്കുലേഷൻ സ്പീഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻസുറേഷൻ ടോപ്പിക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ജോമെട്രി അല്ല മെൻസുറേഷൻ. മെൻസുറേഷൻ ഡീൽ ചെയ്യുന്നത് മോസ്റ്റ്ലി ഏരിയ റിലേറ്റഡ് ആൻഡ് വോളിയം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. Length of a rectangle is 37.5% more than the breadth of the rectangle എന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്ടാങ്കിളുടെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും 37.5% അധികമാണ്, കൂടുതലാണ്. 37.5% എന്നല്ല പറഞ്ഞേക്കുന്നത്, 37.5% മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഫ്രാക്ഷൻ എടുക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ തന്നേക്കുന്നത് റെക്ടാങ്കിളിന്റെയും സ്ക്വയറിന്റെയും പെരിമീറ്ററിന്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത് 19:10. റെക്ടാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ഏരിയ മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്, അത് 1408 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് സ്ക്വയറിന്റെ ഏരിയ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ.
400. ഓക്കെ, നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും 37.5% മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 37.5%ന്റെ ഫ്രാക്ഷൻ വാല്യൂ 3/8 ആണ്. 3/8 അത്രയും നല്ല പറഞ്ഞേക്കുന്നത് മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടെ ആഡ് ചെയ്ത് ന്യൂമറേറ്ററിൽ എടുക്കണം. സോ 11/8 ടൈംസ് എന്ന് വരും. ലെങ്ത് എന്ന് പറയുന്നത് 11/8 ടൈംസ് ഓഫ് ബ്രെഡ്ത്ത് എന്ന് വരും. ഇങ്ങനെ വരും. Then ratio of perimeter of the rectangle. Perimeter എന്ന് പറയുമ്പോൾ 2 into L plus B ആണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ടു സ്ക്വയറിന്റെ പെരിമീറ്റർ. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താ? 4a. ഇതിന്റെ റേഷ്യോ ആണ് 19:10 എന്ന് തന്നേക്കുന്നത്. ദെൻ ഒരു കാര്യം തന്നിട്ടുണ്ട്, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ കിട്ടും. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ എന്ത് വരും? 11:8 എന്ന് വരും. ഓക്കെ, ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ 1408 എന്ന് കൊടുത്തിട്ടുണ്ട്. ഏരിയ മീൻസ് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ് 1408. കണ്ടുപിടിക്കേണ്ടത് സ്ക്വയറിന്റെ ഏരിയ. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ. എ കണ്ടുപിടിച്ചാലേ, അതായത് സൈഡ് കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ളവർ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഓക്കെ, നോക്കാം. ഇവിടെ ലെങ്തിന് പകരം ഞാൻ 11 ആണ് നമുക്ക് റേഷ്യോ എന്ന് കിട്ടിയത്. സോ ഞാൻ 11x എന്ന് കൊടുക്കുന്നു. 11x ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം 8x എന്ന് കൊടുക്കുന്നു. അതാണ് 1408. കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ 11 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു പ്രാവശ്യം കട്ട് ചെയ്യാൻ പറ്റും. ബാലൻസ് 3യും 0യും കൂടി 30 ആയിട്ട് എടുക്കുക. 2 ടൈംസ് 8 ടൈംസ് 128 എന്ന് പറയും. 8h is equal to 128 എന്ന് പറയുന്നത് എക്സ് എത്ര വരും? ഒരു പ്രാവശ്യം 16 എന്ന് വരും. എക്സ് അല്ല, എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? 4. എക്സ് 4 ആണെങ്കിൽ ലെങ്ത്തിന്റെ വാല്യൂ എത്ര വരും? 11 into 4. ലെങ്ത് 44 എന്നും വരും. ബ്രെഡ്ത്ത് എത്ര വരും? 8 into 4, 32 എന്നും വരും. ഓക്കെ, ഇനി നമുക്ക് ഈ റേഷ്യോയിലോട്ട് പോവാം. റേഷ്യോ എന്താ? 19:10 ആണ്. അതിൽ 19ന്റെ വാല്യൂ നമുക്കറിയാം. അറിയാമല്ല, കണ്ടുപിടിക്കാം. 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സോ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? 76. ഇതാണ് ഇതിന്റെ ഒറിജിനൽ വാല്യൂ. അപ്പൊ 10 എത്രയായിരിക്കും? ഇത് 2 into 4 അല്ലേ ആൻസർ? 19 into 4 ആണ് 76. സോ 19 into 8 ആണ് ഇത്. അപ്പൊ ഇത് എന്തായിരിക്കും? 10 into 8, 80 എന്ന് വരും. അതായത് 4a ആണ് 80. ഈ കൊടുത്തേക്കുന്നത് എന്താ? 4a. പെരിമീറ്ററിന്റെ ഒറിജിനൽ വാല്യൂ 80. 4a ആണ് 80. അതിന് എത്ര വരും? സൈഡ് 80/4 20 എന്ന് വരും. സൈഡ് 20 ആണെങ്കിൽ ഏരിയ a സ്ക്വയർ 20 into 20 400 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 400 സെന്റിമീറ്റർ സ്ക്വയർ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും റെക്ടാങ്കിളും സ്ക്വയറും തന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും റേഷ്യോ തന്നിട്ടുണ്ട് 4:3. പെരിമീറ്റർ എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ സ്ക്വയറിന്റെ പെരിമീറ്ററിനെക്കാട്ടിലും 8 സെന്റിമീറ്റർ കുറവാണ്. വിച്ച് മീൻസ് ഡിഫറൻസ് ആണ് തന്നേക്കുന്നത്. സ്ക്വയറിന്റെ പെരിമീറ്ററും റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് 8 സെന്റിമീറ്റർ ആണ്. അത് ഏരിയ എന്ന് പറയുന്നത് 900 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ ആണ് 900 സെന്റിമീറ്റർ സ്ക്വയർ. അത് നിങ്ങൾക്ക് സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാം. ദെൻ ഇനി റെക്ടാങ്കിളിന്റെ ലെങ്ത് 25% കൂടുകയാണെങ്കിൽ, ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, then find the area of the rectangle. ആൻസർ പറഞ്ഞവർ ഒന്നുകൂടി സെൻഡ് ചെയ്യൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് അയക്കാം. 960. ഓക്കെ, 960 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ അഗെയിൻ അവർ തന്നിട്ടുണ്ട് 4:3 എന്നാണ് തന്നേക്കുന്നത്. ദെൻ പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ പെരിമീറ്ററിനെക്കാളും 8 സെന്റിമീറ്റർ കുറവാണ്. വിച്ച് മീൻസ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ മൈനസ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഇതിന്റെ ഡിഫറൻസ് ആണ് 8 എന്ന് പറയുന്നത് അല്ലെ? അതെ. ഇനി അവർ തന്നേക്കുന്നത് സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട്. എ സ്ക്വയർ 900 തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എ കിട്ടും. സൈഡ് എത്ര വരും? 30 എന്ന് വരും. സൈഡ് 30 ആണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? സ്ക്വയറിന്റെ പെരിമീറ്റർ 4 × 8, 30 × 4 120 ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പൊ പെരിമീറ്റർ ഓഫ് സ്ക്വയറിന് പകരം നമുക്ക് 120 കൊടുക്കാം. 120 മൈനസ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നതാണ് 8. ഇനി പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്താ? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഇതിങ്ങിപ്പുറത്ത് വരും. 120 മൈനസ് 8 എന്ന് വരും. 112 വരും. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 2 × L + B. ഇതിനെ 4ഉം 3, 4x ഉം 3x ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 × 4x + 3x എന്ന് വരും അല്ലെ? സോ അത് 7x ആണ്. 2 × 7x ആണ് 112. ഓക്കെ, ഇതിന്ന് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? എക്സ് എന്ന് പറയുന്നത് 112/14 എന്ന് വരും. 8
8 ആണ് എക്സിന്റെ വാല്യൂ 8 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാമല്ലോ. ലെങ്ത് 4x ബ്രെഡ്ത്ത് 3x ആണ്. സോ ലെങ്ത് എത്ര വരും? ലെങ്ത് 4 into 8 32 എന്ന് വരും. ബ്രെഡ്ത്ത് 3 into 8 24 എന്ന് വരും. ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി കഴിഞ്ഞു. ഇനി ചിലരുണ്ട് ഇത് വെച്ചിട്ട് കറക്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഏരിയ എന്ന് പറഞ്ഞിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ് 32 into 24 കണ്ടുപിടിച്ച് വെക്കും. ചിലപ്പോൾ അത് ഓപ്ഷനിൽ കാണും. ബട്ട് അതല്ല, ക്വസ്റ്റ്യൻ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ലെങ്ത് മാറ്റിയിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ 25% കൂടിയിട്ടുണ്ടെങ്കിൽ പുതിയ ഏരിയ വേണം കണ്ടുപിടിക്കാൻ. സോ ഇപ്പോഴത്തെ ലെങ്ത് 32 ആണ്. 32ന്റെ 25% കൂടി. 32ന്റെ 25% എന്ന് പറയുമ്പോൾ എത്രയാ? 25% കാണാൻ ഇൻറ്റു 1/4 ചെയ്താൽ മതി, ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. 8 ആണ് 32ന്റെ 25%. അത്രയും കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? അതിന്റെ കൂടെ 8 കൂടി ആഡ് ചെയ്യണം. 40 എന്ന് വരും. 40 ആണ് നമ്മുടെ പുതിയ ലെങ്ത്. ബ്രെഡ്ത്ത് 24. സോ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ് 40 into 24. 24 into 4 96 ആണ്. 960 cm² ആണ് ആൻസർ. കണ്ടില്ല, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. കൂടുതലും ബാങ്കിന് ചോദിച്ചു, കാരണം ബാങ്കിനും എക്സിക്കും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോമൺ ടോപ്പിക് ആയതുകൊണ്ട് രണ്ടിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ബാങ്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ എന്താ, ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ളത് 2Dയിലാണെങ്കിൽ, ദെൻ 3Dയിലാണെങ്കിൽ വോളിയം റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് എന്താ, യൂണിറ്ററി മെത്തേഡും ദെൻ പെർസെന്റേജ് നന്നായിട്ട് സോൾവ് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പെർസെന്റേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ റേഷ്യോ മെത്തേഡ് ചെയ്യാം, സക്സസീവ് പെർസെന്റേജ് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം, അല്ലാതെ കൺവെൻഷണൽ മെത്തേഡ് എക്സെക്യൂട്ടും ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? റെക്ടാങ്കിളിന്റെ ലെങ്ത് 20% കൂടി ആൻഡ് ബ്രെഡ്ത്തിന് എന്ത് സംഭവിച്ചു? 15% കുറഞ്ഞു. ആൻഡ് അപ്പോഴത്തേക്കും ഏരിയ എന്തായി മാറി? 510 cm². പുതിയ ഏരിയ ആണ് 510. കണ്ടുപിടിക്കേണ്ടത് പഴയ ഏരിയ, ഒറിജിനൽ റെക്ടാങ്കിളിന്റെ ഏരിയ. ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ റെക്ടാങ്കിളിന്റെ. ഓക്കെ, ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഞാനിപ്പോ റേഷ്യോ മെത്തേഡിൽ ചെയ്യാം. എന്താ, സക്സസീവ് പെർസെന്റേജ് ഫോർമുല യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. പെർസെന്റേജിന്റെ ക്ലാസ്സിലും ഇതേ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ ചെയ്യിച്ചിട്ടുള്ളതാ. സക്സസീവ് പെർസെന്റേജ് ഫോർമുല അപ്ലൈ ചെയ്യുന്നവര് +or-a +or-b +or-ab/100. ഇതാണ് ആ ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ ഞാൻ റേഷ്യോ മെത്തേഡ് പറഞ്ഞാണ്. റേഷ്യോ മെത്തേഡിലാണെങ്കിൽ ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂയും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം എന്താ, ഏരിയ ആണ് പറഞ്ഞേക്കുന്നത്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? റെക്ടാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ലെങ്ത്തിന് എന്ത് ചേഞ്ച് സംഭവിച്ചു? ബ്രെഡ്ത്തിന് എന്ത് ചേഞ്ച് സംഭവിച്ചു? ഏരിയക്കുള്ള ചേഞ്ച്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ആദ്യമേ ലെങ്ത്തിന്റെ ചേഞ്ച് എടുക്കാൻ പോവാണ്. ലെങ്ത് 20% കൂടി. 20% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ എടുക്കാം. ഫ്രാക്ഷൻ 1/5 ആണ്. ഓക്കെ, 1/5 എന്ന് പറയുമ്പോൾ ഈ 5 ഡിനോമിനേറ്റർ ഉള്ളതാണ് പഴയ വാല്യൂ, ന്യൂമറേറ്റർ ഉള്ളതല്ല ന്യൂ വാല്യൂ. ഇൻക്രീസ്ഡ് ആണ്. ഇൻക്രീസ്ഡ് ആകുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് പുതിയ വാല്യൂ. 5 + 1 6 ആണ് പുതിയ ലെങ്ത്. ഇനി ബ്രെഡ്ത്തിന്റെ ചേഞ്ച് നോക്കാം. ബ്രെഡ് ഡിക്രീസ്ഡ് ബൈ 15% ആണ്.
15%ന്റെ ഫ്രാക്ഷൻ 3/20 ആണ്. ഡിനോമിനേറ്റർ ഉള്ളത് പഴയ ബ്രെഡ്ത്ത് 20. ഡിക്രീസ്ഡ് ആണ്. സോ 20 മൈനസ് 3 17 ആണ് പുതിയ വാല്യൂ. ഇങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, സോ ഞാൻ ലെങ്ത്തിന്റെ ചേഞ്ച് നോക്കി. ലെങ്ത്തിന്റെ പഴയ വാല്യൂ പുതിയ വാല്യൂ എടുത്തു. ബ്രെഡ്ത്തിന്റെ പഴയ വാല്യൂ പുതിയ വാല്യൂ എടുത്തു. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഴയ ഓൾഡ് ഏരിയയും ന്യൂ ഏരിയയും കിട്ടും. റേഷ്യോയിൽ നിന്ന് കിട്ടുന്നതാണ്, അത് ഒരിക്കലും ഒറിജിനൽ വാല്യൂ അല്ല. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ ഈ 6 ഉം 20 കട്ട് ചെയ്യാൻ പോവാണ്. 2 വെച്ച് 3 ടൈംസ് പോകും, ഇത് 10 ടൈംസ്. സോ 10 into 5, പഴയ ഏരിയ എനിക്ക് 50 എന്ന് കിട്ടി, പുതിയ ഏരിയ 51 എന്ന് കിട്ടി. ഇനി 51 പുതിയ ഏരിയയുടെ ഒറിജിനൽ വാല്യൂ അവർ തന്നിട്ടുണ്ട്. 51ന്റെ ഒറിജിനൽ വാല്യൂ ആണ് 510. കണ്ടുപിടിക്കേണ്ടത് 50യുടെ ഒറിജിനൽ വാല്യൂ. 50 അല്ലേ പഴയ ഏരിയ, പുതിയ ഏരിയ 51 510 ആകാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 50 എന്തായിരിക്കും? 50 into 10 500 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. 500 സെന്റിമീറ്റർ സ്ക്വയർ. ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് അനുസരിച്ച് നിങ്ങൾ തന്നെ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്നുള്ളതോ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്കിപ്പം 33.33 37.5% അങ്ങനത്തെ പെർസെന്റേജ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ബെറ്റർ എപ്പോഴും റേഷ്യോ മെത്തേഡ് ആയിരിക്കും. അല്ല 20% 10% അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിലോട്ട് പോവാം? സക്സസീവ് പെർസെന്റേജ് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. അടുത്ത ട്രപ്പീസിയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ ആദ്യമേ സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയും ഇക്വേഷൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ ട്രപ്പീസിയം വന്നിട്ടുണ്ട്. ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ എന്താ? ട്രപ്പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ വരും. ഇത് ഹൈറ്റ് ആണെന്ന് വെച്ചോ, ട്രപ്പീസിന്റെ ഹൈറ്റ് ആണ് ഇത്. ഈ സൈഡ് എ, ഈ സൈഡ് ബി എന്ന് ഞാൻ എടുത്തു. ഇത് സിയും ഡിയും. ഓപ്പോസിറ്റ് സൈഡ് ഇതാ, ഇത് പാരലൽ സൈഡ് ആണ്. എയും ബിയും പാരലൽ സൈഡും സിയും ഡിയും നോൺ പാരലൽ സൈഡുമാണ് ട്രപ്പീസിയത്തിന്. ട്രപ്പീസിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഒന്ന് ചെയ്ത് നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടിയോ? ഇതിലിപ്പം പാരലൽ സൈഡ്സ് ബേസ് കൊടുത്തിട്ടുണ്ട്. ബേസ് ഓഫ് ട്രപ്പീസ് 16 ഉം 12 ഉം കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് ഇവിടെ. സോ ഹാഫ് ഇൻറ്റു 16 പ്ലസ് 12 ഇൻറ്റു ഹൈറ്റ് അറിയില്ല, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇസ് ഈക്വൽ ടു 126 എന്ന് കിട്ടും. അത് ഇന്ന് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. സോ എന്തായാലും ആൻസർ ഏത് തന്നിട്ടുണ്ട്? 126 ആണ്. 126 is equal to half into sum of parallel sides 16 plus 12 28 എന്ന് വരും. 28 into height അറിയില്ല, അതാ കണ്ടുപിടിക്കാനുള്ളത്. ഇത് കട്ട് ചെയ്യുമ്പോൾ 14 വരും. സോ ഹൈറ്റ് 126 by 14
9 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇതിപ്പോ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ലാന്ന് വെച്ചോ, ക്വസ്റ്റ്യൻ പോയില്ലേ. ഇൻ കേസ് ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ല എങ്കിൽ നിങ്ങളുടെ മാർക്ക് പോയി. ബട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. കുറെ പാടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാം. അതിന് ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കാണ്. നമ്മൾ ഇത്രയും അല്ലാത്ത ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസോ, സിമ്പിൾനെസ് കോമ്പോണന്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അവിടെ ഒന്നോ രണ്ടോ ഇക്വേഷൻസ് ഒക്കെ നോക്കിയാൽ മതി. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് വെച്ചിട്ട് ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത് റിലേറ്റ് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല, ബട്ട് അത് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ബട്ട് നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചാല് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പാടായിരിക്കും. മെൻസുറേഷൻ ടോപ്പിക്കിൽ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കണം. ഇപ്പൊ ട്രപ്പീസിയത്തിന്റെ ഇക്വേഷൻ, ട്രപ്പീസിന്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയത്തില്ല എങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോംബസ് വന്നിട്ടുണ്ട്. റോംബസ് എന്താ? സ്ക്വയർ ഇൻക്ലൈൻ ചെയ്താൽ നമുക്ക് റോംബസ് കിട്ടും. സ്ക്വയറിന്റെ കേസിൽ എല്ലാ ആംഗിൾസും ഇന്റേണൽ ആംഗിൾസ് 90 ഡിഗ്രി. ബട്ട് റോംബസിന്റെ കേസിൽ അങ്ങനെയല്ല. ബട്ട് സൈഡ് എല്ലാം സെയിം ആണ്. ഇപ്പൊ എ ആണെങ്കിൽ ഇതും എ തന്നെ ആയിരിക്കും, ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. സോ പെരിമീറ്റർ എന്ത് തന്നെയായിരിക്കും? സ്ക്വയറിനെ പോലെ തന്നെ ആയിരിക്കും പെരിമീറ്റർ 4a. ഏരിയയോ? ഏരിയ എന്ത് വരും? ഡയഗണൽസ് ഈക്വൽ ആണോ ഇവിടെ? അല്ല. ഇവിടെ ഇപ്പൊ ഈ ഡയഗണൽ ഞാൻ D1 എടുത്തു കഴിഞ്ഞാൽ ഇത് D2 എടുക്കാം. സോ ഇത് D1ഉം ഇത് D2. ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആണ് റോംബസിന്റെ ഏരിയ. ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ്. ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ്. സോ ഏരിയ എന്ന് പറയുന്നത് റോംബസിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആൻഡ് പെരിമീറ്റർ 4a. നിങ്ങൾക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്നിട്ട് സൈഡും ഡയഗണൽസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പൊ 90 ഡിഗ്രി, ഇവിടെ ഇപ്പൊ ഇന്റർസെക്ട് ചെയ്യും. ഇവിടെ ഇപ്പൊ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് എങ്ങനെ വരും? ഇത് ഫുൾ D1 ആണെങ്കിൽ പകുതി എന്തായിരിക്കും? D1/2 ആയിരിക്കും. സോ D1/2 the whole square plus D2/2 the whole square which is equal to a square എന്ന് വരും. ഇതിന് D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ ഈസ് ഈക്വൽ ടു D1 സ്ക്വയർ ബൈ 4 D2 സ്ക്വയർ ബൈ 4 ആണ്. 4 ഇപ്പുറത്ത് പോകുമ്പോൾ 4a സ്ക്വയർ എന്ന് വരും. ഇത് റിലേഷൻ ആണ്. ഇതിങ്ങനെ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇത് ഡയഗണൽസ്, റോംബസിന്റെ ഡയഗണൽസും സൈഡും തമ്മിലുള്ള റിലേഷൻ ആണ്. D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a സ്ക്വയർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പെരിമീറ്റർ. ഈ മൂന്ന് കാര്യങ്ങൾ റോംബസിൽ നിന്ന് നോക്കി വെച്ചേക്കും. ഇനി ക്വസ്റ്റ്യൻ ചെയ്തോ. റോംബസിന്റെ ഡയഗണൽസ് കൊടുത്തിട്ടുണ്ട്, 6ഉം 8ഉം ആണ്. Then side of the rhombus is half of the breadth of the rectangle എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ, റോംബസിന്റെ പെരിമീറ്റർ 40% ഓഫ് ദി പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെക്ടാങ്കിളിന്റെ ഏരിയ. റെക്ടാങ്കിളിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. റെക്ടാങ്കിളിന്റെ ഏരിയ അറിയാം, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്.
150. ഓക്കെ, 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇത് നോട്ട് ചെയ്തല്ലോ, ഞാനിത് റേസ് ചെയ്യുവാണേ. ഓക്കെ, ഡയഗണൽസ് D1 6 എന്നും D2 8 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും റോംബസിന്റെ സൈഡ് കണ്ടുപിടിക്കാലോ. റോംബസിന്റെ സൈഡ് D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4A സ്ക്വയർ. D1 സ്ക്വയർ 36. 36 പ്ലസ് 64 is equal to 4A square എന്ന് വരും. 100. 100 by 4 25. 25 is equal to A square എന്ന് വരും. A എത്ര വരും? A5 എന്ന് വരും. സൈഡ് 5 എന്ന് കിട്ടി. റോംബസിന്റെ സൈഡ് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി സൈഡ് ഓഫ് ദി റോംബസ് ഈസ്, സൈഡ് എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തിന്റെ പകുതി, ഹാഫ് ഓഫ് ദി ബ്രെഡ് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയണം. അതിൽ നിന്ന് ബ്രെഡ് കിട്ടും. റെക്ടാങ്കിളിന്റെ ബ്രെഡ് 5 into 2 10 എന്ന് കിട്ടും. ഇനി പെരിമീറ്റർ ഓഫ് ദി റോംബസ്, പെരിമീറ്റർ ഓഫ് ദി റോംബസ് എന്ന് പറയുന്നത് 4A, ചുറ്റളവ് 4A. 4A എന്ന് പറയുന്നത് 4 into 5 20. 20 is equal to 40% ഓഫ് ദി, 40%നെ 4/10 എന്ന 2/5 എന്ന് കൊടുക്കാം. 40% ഓഫ് ദി പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ, റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 2 into L plus B. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ B പറയാം. ബ്രെഡ്ത്ത് എന്താ? ബ്രെഡ്ത്ത് 10 ആണ്. ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇന്ന് കണ്ടുപിടിക്കാലോ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. 5 times കട്ട് ചെയ്യാം. ഇവിടെയും 5 times കട്ട് ചെയ്യാം. 25. 25 is equal to ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് വരും. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 10 ആണ്. സോ ഇതിന് ലെങ്ത് എത്ര വരും? 15. 15 ആണ് ലെങ്ത്, ബ്രെഡ്ത്ത് 10. സോ ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് 15 ആൻഡ് ബ്രെഡ്ത്ത് 10. 150 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. സി, നിങ്ങൾക്ക് ഈ റിലേഷൻ അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് ആൻസർ ചെയ്തുകൂടെ? ഈ റിലേഷൻ നോക്കി വെച്ചേക്കാം. റോംബസിന്റെ ഡയഗണൽസും സൈഡും തമ്മിലുള്ള റിലേഷൻ ആണ് D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ എന്ന് പറയുന്നത് 4A സ്ക്വയർ ആണ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും റോംബസ് റിലേറ്റ് ചെയ്ത്, റോംബസും റെക്ടാങ്കിളും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു, ബട്ട് അതില് ചില വ്യത്യാസമുണ്ട്. അതിൽ ഡയഗണൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു 6ഉം 8ഉം. ഇവിടെ ഡയഗണൽസിന്റെ റേഷ്യോ ആണ് കൊടുത്തേക്കുന്നത്. ഓൾസോ റെക്ടാങ്കിളിന്റെ ഡയമെൻഷൻസിന്റെ റേഷ്യോയും കൊടുത്തിട്ടുണ്ട്, ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും റേഷ്യോ.
നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പെരിമീറ്റർ അവർ എന്താണോ തന്നേക്കുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവര് കറക്റ്റ് തന്നേക്കുന്നത് റെക്ടാങ്കിളുടെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. റെക്ടാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ് 2 ഇൻറ്റു എൽ പ്ലസ് ബി 56 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ലെങ്ത് പ്ലസ് ബ്രെഡ് എത്ര വരും? 28 വരും. ലെങ്ത് ബ്രെഡ് റേഷ്യോ തന്നിട്ടുണ്ട് 3:1. 3:1 ആണ് റേഷ്യോ എങ്കിൽ 3x എന്നും h എന്നും എടുക്കാലോ. സോ ഇതിൽ നിന്ന് 4x 3x പ്ലസ് h 4x ആണ് 28. എക്സിന്റെ വാല്യൂ എത്ര വരും? 7 വരും. x 7 ആണെങ്കിൽ 3x എന്ത് വരും? 3 ഇൻറ്റു 7 21 എന്ന് വരും ലെങ്ത് ആൻഡ് ബ്രെഡ് 7. ലെങ്തും ബ്രെഡും കിട്ടും. ബാക്കി ചെയ്തേ. അടുത്തത് പറഞ്ഞേക്കുന്നത് ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ. ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് എത്രയും നമുക്ക് കിട്ടി? 21. 21 എന്ന് പറയുന്നത് 40% മോർ. 40%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4/10 ആണ്. മോർ എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? 40% എന്ന് പറയുമ്പോൾ 4/10 എന്ന് എടുക്കാം. ഓക്കെ, മോർ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യണം. 14/10 എന്ന് എടുക്കാം. 14/10 വീണ്ടും കട്ട് ചെയ്യാം. 7/5 എന്ന് എടുക്കാം. സോ 7/5 ടൈംസ് ഓഫ് സൈഡ് ഓഫ് ദി റോംബസ്. റോംബസിന്റെ സൈഡിന് ഈക്വൽ ആണ് 7/5 ടൈംസ് റോംബസിന്റെ സൈഡ്. അപ്പൊ ഇത് എത്ര വരും? കട്ട് ചെയ്യാം. റോംബസിന്റെ സൈഡ് 15 എന്ന് കിട്ടും. റോംബസിന്റെ സൈഡ് 15 ആണ്. സൈഡും ഡയഗണൽസും തമ്മിലുള്ള റിലേഷൻ എന്താ? d1² പ്ലസ് d2² ആണ് a². 4a². പിന്നെ d1². d1നെ ഞാൻ 4x എന്നും d2നെ 3x എന്നും എടുക്കുന്നു. ഇതൊന്നും എക്സാമിന് എഴുതിക്കൊണ്ടിരിക്കരുത്. ഇതെല്ലാം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. 4x² 16x² plus 3x² 9x² is equal to 4 into 15 into 15 225 എന്ന് വരും. ഇതിപ്പോൾ 25. 25x² is equal to 4 into 15 into 15 എന്ന് വരും. കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്യാം. x² is equal to 36 എന്ന് വരും. x എത്ര വരും? 6. ഏരിയ ഓഫ് ദി റോംബസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. x 6 ആണെങ്കിൽ ഡയഗണൽ ഫസ്റ്റ് ഡയഗണൽ 6 into 4 24 എന്ന് വരും. സെക്കൻഡ് ഡയഗണൽ 6 into 3 18 എന്ന് വരും. ഏരിയ റോംബസിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ്. കട്ട് ചെയ്യാം. 9 ടൈംസ് 216 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. 216 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതും അത്രയ്ക്ക് പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ബട്ട് ഇതിലും നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം? റോംബസിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. റോംബസിലെ ഡയഗണൽസും സൈഡും തമ്മിലുള്ള റിലേഷൻ. അടുത്തത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? സൈഡ് എല്ലാം ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. സോ ഇവിടുത്തെ പെരിമീറ്റർ എന്തായിരിക്കും? ചുറ്റളവ് a പ്ലസ് a പ്ലസ് a 3a ആയിരിക്കും. 3a. ഏരിയ എന്താണ്? ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/4a² ആണ്. √3/4a². ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ √3/4a².
ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ മറന്നു പോരുത്. √3/4 ആണ്. പെരിമീറ്റർ 3a. സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ 3a. a + a + a 3a വരും. $78. ഓക്കെ, നോക്കാം. പെരിമീറ്റർ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 ആണ്. 54 തന്നിട്ടുണ്ട്. അതിന് എത്ര വരും? സൈഡ് 54/3 18 എന്ന് വരും. ഇനി പറഞ്ഞേക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസിനെക്കാട്ടിലും 3 സെന്റിമീറ്റർ കുറവാണ്. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? ഇതിനെക്കാട്ടിലും 3 സെന്റിമീറ്റർ കൂടുതലായിരിക്കും. 21 സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ്. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, സർക്കിളിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിന്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 2πr ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചേരാം കേട്ടോ. സർക്കിളിന്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. സർക്കിളിന്റെ കേസിൽ 6 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ ആണെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. പൈന്റെ വാല്യൂ അറിയാലോ, 22/7 അല്ലെങ്കിൽ 3.16. 22/7 ഇട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിരിക്കും വരുന്നത്. വാല്യൂസ് വരാറുണ്ട്. സോ 22/7 തന്നെയാണ് നല്ലത്. ഓൾസോ 22നെ നിങ്ങൾക്ക് 11 × 2 സ്പ്ലിറ്റ് ചെയ്യാം. 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഈസി ആണ്. എപ്പോഴും പൈ 22/7 ഇടുന്നത് തന്നെയാണ് ബെറ്റർ. ഏരിയ എന്തായിരിക്കും? ഏരിയ πr² ആണ്. πr². ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാം. ഡിഫറൻസ്, എന്തിന് ഡിഫറൻസ് ആ കണ്ടുപിടിക്കേണ്ടത്? സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ആൻഡ് പെരിമീറ്റർ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്കറിയാം 54. സർക്കംഫറൻസ് എത്രയാ? സർക്കിളിന്റെ സർക്കംഫറൻസ് 2 × 2πr. 2 × 22/7 × 21. 3 എന്ന് വരും. 44 × 3 132 എന്ന് വരും. സോ 132 - 54 78. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇവിടെ നിങ്ങൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ ഏരിയ അറിയണം, പെരിമീറ്റർ. ഇവിടെ ഇപ്പൊ ഏരിയ ആവശ്യമില്ല, ബട്ട് ഏരിയ അറിഞ്ഞിരിക്കണം, പെരിമീറ്റർ അറിയണം. ദെൻ സർക്കിളിന്റെ കേസിൽ സർക്കംഫറൻസും ഏരിയയും. അടുത്ത ക്വസ്റ്റ്യൻ സ്ക്വയറും റെക്ടാങ്കിളും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
5:9 എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രീഷ്മ. നോക്കാം. 5:9. ഓക്കെ. സ്ക്വയറിന്റെ ഏരിയ ആണ് 256. സോ എ സ്ക്വയർ സൈഡ് സ്ക്വയർ ആണ് ഏരിയ. അത് 256 ആണെങ്കിൽ എ എത്ര വരും? സൈഡ് റൂട്ട് ഓഫ് 256 എത്രയാ? 16. ഓക്കെ. ദെൻ ഈ റെക്ടാങ്കിളിന്റെ കേസാണ് നോക്കുന്നത്. റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്ത്? സ്ക്വയറിന്റെ സൈഡിനേക്കാളും 20% കൂടുതലാണ്. 20% അധികം. സോ സ്ക്വയറിന്റെ സൈഡ് 16 ആണ്. 20% എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുന്നത്? നമ്മൾ 1/5 ആണ് ഫ്രാക്ഷൻ. 20% മോർ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് ന്യൂമറേറ്റർ എടുക്കുക. 6/5 എന്ന് വരും. സോ 16 into 6/5. ഇതിനെ ഒരിക്കലും ഡെസിമൽ ആക്കാൻ ഫ്രാക്ഷൻ മാറ്റാനൊന്നും ശ്രമിക്കേണ്ട. ഇങ്ങനെ ഇട്ടേക്കുക. അടുത്തത് ഇതെന്താ? ഇത് ബ്രെഡ്ത്തിന്റെ കേസാണ്. ലെങ്ത്തിന്റെ കേസ് 50% കൂടുതലാണ്. സൈഡിനെക്കാട്ടിലും 50% അധികം. 50% 1/2 ആണ്. അധികം എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. 3/2 എന്ന് വരും. ഇനി നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. 24 എന്ന് വരും. 24 എന്ന് വരും. ഇത് ലെങ്ത്. സോ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് സ്ക്വയർ അറിയാം 256 ആണ്. ഇനി നമുക്ക് റേഷ്യോ വേണം. റേഷ്യോ ഏരിയ ഓഫ് സ്ക്വയർ ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് സ്ക്വയർ 256 ആണ്. അതിനെ കട്ട് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട്, ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഞാൻ 16 into 16 എന്ന് ഇട്ടു. ഈസ് ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് 24ഉം ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് 16 into 6/5 ആണ്. എനിക്ക് 16ഉം കട്ട് ചെയ്യാം. 8 വെച്ച് കട്ട് ചെയ്യാം. ഇതും ഇനി കട്ട് ചെയ്യാം. 2 6 3 ടൈംസ്. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5:3 into 3 9. 5:9 എന്ന് വരും ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ബട്ട് നിങ്ങൾ പെട്ടെന്ന് എങ്ങനെ ചെയ്യുന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ ഇതിപ്പോ ഞാൻ 256 എടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ ഡെസിമൽ ഒക്കെ ആക്കി 16 into 6/5 ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടില്ല. ഇങ്ങനത്തെ കേസിൽ, റേഷ്യോ എടുക്കുന്ന കേസിൽ നിങ്ങൾ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ ഇട്ടേക്കാം. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ കേസിൽ കഴിവതും നിങ്ങൾ അങ്ങനെ ഇട്ടേക്കുക. മാക്സിമം അങ്ങനെ ഇട്ടേക്കുക. അതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെക്ടാങ്കിളും സ്ക്വയറും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഓഫ് ലെങ്ത്. റെക്ടാങ്കിളുടെ ലെങ്ത് 2 into h+3 അല്ലെങ്കിൽ 2h+6 ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 into h+1 അല്ലെങ്കിൽ 2h+2 ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ പെരിമീറ്ററിനെക്കാട്ടിലും ഡബിൾ ആണ്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ഡബിൾ ദി പെരിമീറ്റർ ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട് 225. കണ്ടുപിടിക്കേണ്ടത് റെക്ടാങ്കിളിന്റെ ഏരിയ. $896 എന്ന് പറഞ്ഞിട്ടുണ്ട്.
നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ലെങ്ത് ഓപ്പൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ലെങ്ത് 2x, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 2x+6 എന്നും ആൻഡ് ബ്രെഡ് 2x+2 എന്നും എടുക്കാം. ഇനി പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ പെരിമീറ്റർ എങ്ങനെ 2x(l+b), 2 ലെങ്ത് പ്ലസ് ബ്രെഡ് എന്ന് പറയുന്നത് ഡബിൾ ദി പെരിമീറ്റർ ഓഫ് സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താ 4a. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട്, എ സ്ക്വയർ തന്നിട്ടുണ്ട് 225. ഇതിന് എ കിട്ടുമല്ലോ, എ എന്ത് വരും 15 എന്ന് വരും. ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ 2 കട്ട് ചെയ്യാം, ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. ലെങ്ത് പ്ലസ് ബ്രെഡ് എത്ര വരും 2x+2x 4x, 4x+6+2 8, 4x+8 ഈസ് ഈക്വൽ ടു 4 × 15 60 എന്ന് വരും. 4x ഈസ് ഈക്വൽ ടു 15 4 60, 60 - 8 52 എന്ന് വരും. ഇപ്പൊ എക്സ് എത്ര വരും 13 എന്ന് വരും. 13 എക്സ് 13 ആണെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്, ലെങ്ത് 2x 26+6 32 എന്ന് വരും ലെങ്ത്, ഇൻറ്റു ബ്രെഡ് എത്ര വരും 2x 26+2 24 എന്നും വരും. അല്ല എവിടെയോ തെറ്റിയല്ലോ. 2x 26 28 എന്ന് വരും, തെറ്റിയിട്ടില്ല. ബ്രെഡ് 26, 13 × 2 26+2 28 എന്ന് വരും. ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തുമാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്റെ ഏരിയ. ആൻസർ എന്തായാലും 6ലാണ് അവസാനിക്കുന്നത്, ഇത് വരില്ല. ഇതിൽ 3 ആൻസർ. നിങ്ങൾക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് നോക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 2 16 വരും, ക്യാരി ചെയ്യാം. 24 + 4 28 + 1 29 വരും, 2 ക്യാരി ചെയ്യാം. 6 + 2 8, 896 cm² ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്. എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് 48 cm. ഒരു സ്ക്വയറിനകത്ത് സർക്കിൾ വെച്ചേക്കാണ്. സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട് 48 cm. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റിമൈനിങ് പോർഷൻ ഓഫ് ദി സ്ക്വയർ വിച്ച് ഇസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ ദി സർക്കിൾ. റിമൈനിങ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ ഇത് ഒരു സ്ക്വയർ ആണെങ്കിൽ സർക്കിളിനെ ഇതിനകത്ത് വെച്ചേക്കാണ്. സർക്കിൾ ആണ്. സ്ക്വയറിന്റെ സൈഡ് 48 cm ആണ്. സൈഡ് 48 cm ആണെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്ററും 48 cm ആയിരിക്കില്ലേ? ഡയമീറ്റർ 48 cm ആയിരിക്കും. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും 24 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റിമൈനിങ് പോർഷൻ മീൻസ് വേറെ കളറിൽ മാർക്ക് ചെയ്യാം. ഈ പോർഷന്റെ സർക്കിൾ എൻക്ലോസ് ചെയ്യാത്ത പോർഷന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പോർഷന്റെ സർക്കിൾ ഇല്ലാത്ത പോർഷന്റെ ഏരിയ. ഈ പോർഷന്റെ ഞാൻ ഗ്രീനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോട്ടൽ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്നും ഈ സർക്കിളിന്റെ ഏരിയ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ, ഏരിയ കിട്ടത്തില്ല, റിമൈനിങ് പോർഷന്റെ ഏരിയ കിട്ടും. കണ്ടുപിടിച്ച് നോക്കൂ. ഓപ്ഷൻസ് ഡെസിമലിലാണ് ആൻഡ് ഓൾസോ അടുത്തടുത്തുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. 433, 439, 465, 493 അടുത്തടുത്തുള്ള
നമ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. സോ ഇത് ഫുൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. ഡെസിമലിന് മുന്നേ ഉള്ളത് വരെയെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. അപ്രോക്സിമേറ്റ് വാല്യൂ ഇടാൻ പറ്റില്ല. So 493.715 എന്ന് പറയുന്നത് ഡെസിമൽ വരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം അതിനുശേഷം എല്ലാം 715 തന്നെയാണ്, മാത്രമല്ല വേറെ വാല്യൂസ് ആണ്. സെക്കൻഡ് ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. തേർഡ് ഡിജിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. 4-3 വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വാല്യൂ കൂടി നോക്കണം. കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ കുറച്ച് പാടായിട്ടുള്ളത്. ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയറിനകത്ത് സർക്കിളിനെ വെച്ചേക്കാണ്. സോ സർക്കിൾ എൻക്ലോസ് ചെയ്യാത്ത പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് സ്ക്വയറിന്റെ ഏരിയയിൽ നിന്നും സർക്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. സ്ക്വയറിന്റെ സൈഡ് കൊടുത്തിട്ടുണ്ട് 48 സെന്റിമീറ്റർ. സോ നമുക്ക് ഈ റിമൈനിങ് പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? റിമൈനിങ് പോർഷന്റെ ഏരിയ ഓഫ് റിമൈനിങ് പോർഷൻ, ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുള്ള ഇക്വേഷൻ എന്താ? എ സ്ക്വയർ ആണ്. സൈഡ് എത്രയാ? 48 ആണ് സൈഡ് 48 ആണെങ്കിൽ 48 into 48 എന്ന് വരും സ്ക്വയറിന്റെ ഏരിയ. മൈനസ് സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. പൈ 22/7 ആർ 24 into 24 വരും. ഇതിവിടെ ഇപ്പം ഞാൻ 48ന് എനിക്ക് 2 into 24 എന്ന് എടുക്കാലോ. ഇവിടെയും 2 into 24 എന്ന് വരും. ഇവിടെ 2 24 ഉണ്ട്. ഇവിടെ 4 into 2 പ്രാവശ്യം 24 വരും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 24 into 24 ഇനി കോമൺ ആയിട്ട് പുറത്തെടുക്കാലോ. 24 into 24 ഇവിടെ ഒരു 4 വരും. 4 minus 22/7 വരെ ഇവിടെ. ഇങ്ങനെ എടുക്കാലോ. 24 സ്ക്വയർ എത്രയാ? 576 ആണ്. 576 into ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് ഞാൻ. 28 minus 22 6 6/7 വരും. 576 into 6/7 വരും. ഞാൻ 576 into 6 ചെയ്തു. 36 3 ക്യാരി ചെയ്യാം. 42 45 4 ക്യാരി ചെയ്യാം. 3456/7 വരും. 3456/7. സോ ഇതിനെ ഞാൻ ഇവിടെ തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോയാൽ 35 ആവും. എന്തായാലും 4 പ്രാവശ്യം പോകത്തുള്ളൂ. ഓപ്ഷൻസ് എല്ലാം 4 times തന്നെ. 28 എന്ന് വരും. 6 7 പോവില്ല. 6ഉം 5ഉം കൂടി 65 ആയിട്ട് എടുക്കാം. 9 times പോവല്ലോ. 63 490 തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതി. 493.715 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഇനി ബാക്കിയും ചെയ്യണവർക്ക് ബാക്കിയും ചെയ്യാം.
ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും മതി. ഇതെന്തായാലും 493 സംതിങ് എന്ന് തന്നെ വരും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഇറ്റ്സ് ഏരിയ ഈസ് 36√3. ഏരിയ 36√3 ആണ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഏരിയ അറിയാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ √3/4 ആണ്. അതാണ് അവർ എന്ത് തന്നേക്കുന്നത്? 36√3. ഈ √3 കട്ട് ചെയ്ത് കളയാം. A² എന്ത് വരും? 4 × 36 എന്ന് പറയുന്നത് √4 × 36 എന്ന് വരും. √4 2 ആണ്, √36 6ഉമാണ്. 12 എന്ന് വരും. സൈഡ് കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ. എന്ത് കണ്ടുപിടിക്കാനാ? ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? ആൻസർ കിട്ടിയെങ്കിൽ മെസ്സേജ് അയക്കാം. 6/6√3. ഓക്കെ, 6√3. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഹൈറ്റും സൈഡും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ. അത് വേണമെങ്കിൽ പഠിച്ചു വെച്ചേക്കാം. അല്ലെങ്കിൽ അല്ലാതെയും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം. √3/2 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. √3/2. ഹൈറ്റ് എന്ത് വരും? √3/2 × A എത്രയാ? 12. സോ ഇത് ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പിന്റെ കാര്യം വരുത്തുള്ളൂ. 6√3 ഡയറക്റ്റ് കിട്ടും. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റും സൈഡും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്, കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു √3/2. 6√3 മീറ്റർ ആണ് ആൻസർ. ഇനി അറിയത്തില്ല എന്ന് വെച്ചോ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ചെയ്യാം. ഇത് 12 ആണ്, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 12 ആണ്, അപ്പൊ ഇത് പകുതി എത്രയായിരിക്കും? 6 വരും. സോ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ √12² 144 - 36 എന്ന് വരും. എത്ര വരും? 108 എന്ന് വരും. √108 അല്ലെ? √108. ഈ √108 എങ്ങനെ 6√3 ആവുന്നേ? അതിനെ ഫാക്ടറൈസ് ചെയ്യാം. അറിയില്ല എങ്കിൽ നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്യാം. 5 × 4 54 എന്ന് വരും. ഇതിനെ ഞാൻ 9 വെച്ച് കട്ട് ചെയ്യാലോ? 9 6 ടൈംസ്. ഇനിയും കട്ട് ചെയ്യാം. 3 2 എന്ന് വരും. സോ ഇതിന് 2 × 9 × 3 × 2 എന്ന് എടുക്കാം. റൂട്ടിനകത്താണ്. ഇതാണ് 108. 2 ഇങ്ങ് പുറത്ത് വരും, 9 ഇങ്ങ് പുറത്ത് വരും, 3 ആകും. പിന്നെ √3 മാത്രം. 6√3 എന്ന് വരും. 2 × 3 6. 6√3 എന്ന് വരും ആൻസർ. ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ. ഹൈറ്റും സൈഡും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. √3/2 എന്ന് പറയുന്നതാണ് ഹൈറ്റ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ √3/2 ഈസ് ഈക്വൽ ടു ഹൈറ്റ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാലോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതുക്കെ വായിച്ചു നോക്കി ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടോട്ടൽ കോസ്റ്റ്, സ്ട്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ ഫെൻസിങ് ചെയ്യാനുള്ള കോസ്റ്റ്, ടെയിലിംഗ് ചെയ്യാനുള്ള കോസ്റ്റ്, അങ്ങനത്തെ പല ടൈപ്പ് ചോദിക്കാറുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ ഈ കൊടുത്തേക്കുന്നത് നോക്കിയാൽ മതി. ഈ കൊടുത്തേക്കുന്ന യൂണിറ്റ് ഇതിപ്പം റേറ്റ് ഓഫ് ₹25 പെർ സ്ക്വയർ സെന്റിമീറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു സെന്റിമീറ്റർ സ്ക്വയറിന് 25 രൂപ എന്നുള്ള രീതിയിൽ ടോട്ടൽ എത്ര രൂപയാ ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ടോട്ടൽ സെന്റിമീറ്റർ സ്ക്വയർ കണ്ടുപിടിക്കണം. അതായത് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഏരിയയുടെ യൂണിറ്റ് ആണ്. സോ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. യൂണിറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇപ്പം പെർ സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ ഒരു സെന്റിമീറ്റർ 25 രൂപ വെച്ച് ടോട്ടൽ സെന്റിമീറ്റർ കണ്ടുപിടിക്കണം. ടോട്ടൽ സെന്റിമീറ്റർ മീൻസ് എന്താ? സെന്റിമീറ്റർ എന്തിന്റെ യൂണിറ്റാ? ഇവിടെ നമുക്ക് അറിയാവുന്ന എന്തിന്റെ യൂണിറ്റാ? പെരിമീറ്ററിന്റെ യൂണിറ്റ് ആണ്. സോ അവിടെ ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ ഇപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. സോ ഏരിയ കണ്ടുപിടിച്ചിട്ട് വേണം ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ജസ്റ്റ് ആ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരില്ല. എന്ത് ഏരിയ കണ്ടുപിടിക്കണോ അല്ല പെരിമീറ്റർ കണ്ടുപിടിക്കണോ അങ്ങനെ ഒരു ഡൗട്ട് വരില്ല. നിങ്ങൾ ആ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ മതി. Perimeter of a square field is 8 centimeter more than the perimeter of a rectangle. അവിടെ തന്നേക്കുന്ന 8 centimeter എന്ന് പറയുന്നത് സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയും പെരിമീറ്ററിന്റെ ഡിഫറൻസ് ആണ്. പെരിമീറ്റർ ഓഫ് സ്ക്വയർ ആണ് വലുത്, അതല്ലേ കൂടുതൽ എന്ന് പറഞ്ഞേക്കുന്നത്. സോ സ്ക്വയർ പെരിമീറ്റർ ഓഫ് സ്ക്വയർ മൈനസ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ, അതാണ് 8. Then length 51 centimeter ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അത് 300% of its width ആണ്. Width means breadth. If a street of width 10 centimeter surrounds from outside the square. സ്ക്വയറിന്റെ പുറത്ത് ഒരു സ്ട്രീറ്റ് ഉണ്ട്. സോ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ഫീൽഡ് ഞാൻ ഇങ്ങനെ എടുക്കും. ഇത് സ്ക്വയർ ഫീൽഡ് ആണ്. ഇതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. ഇതിന്റെ പുറത്തായിട്ട് 10 സെന്റിമീറ്റർ വിഡ്ത്ത് വരുന്ന ഒരു സ്ട്രീറ്റ് ഇതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നു. സ്ട്രീറ്റ് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ട്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്ട്രീറ്റിന്റെ ടോട്ടൽ ഏരിയ വേണം. ഈ സ്ട്രീറ്റിന്റെ മാത്രം ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഏരിയ ഇൻറ്റു 25. ഒരു സെന്റിമീറ്റർ സ്ക്വയറിന് 25 രൂപ വെച്ചാണെങ്കിൽ ടോട്ടൽ ഏരിയ ഇൻറ്റു 25 ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്നും ഈ ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പോർഷന്റെ മാത്രം ഏരിയ കിട്ടും. നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ സ്ക്വയറും സർക്കിളുമായിരുന്നു എന്നേ ഉള്ളൂ.
ആൻസർ കിട്ടിയോ? ഓക്കെ, 42,000 എന്നാണ് കിട്ടിയത്. നമുക്ക് നോക്കാം. 42,000 പക്ഷേ ഇതിനകത്തില്ലല്ലോ ഓപ്ഷൻ. അപ്പൊ നൺ ഓഫ് ദീസ് ആണോ കിട്ടിയത്? അതെ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കണം, എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്തോ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഫീൽഡ് ഈസ് 8 സെന്റിമീറ്റർ മോർ ദാൻ ദി പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. അത് പെരിമീറ്റർ, സ്ക്വയറിന്റെ പെരിമീറ്റർ 4a. പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ 2 into l plus b. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 8. അധികമാണ് മീൻസ് ഡിഫറൻസ്. ഓക്കെ, ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ തന്നിട്ടുണ്ട്, 51 ആണ്. ലെങ്ത് 51 ആണ്. ആൻഡ് അതെന്ന് പറയുന്നത് 300%. 300% മീൻസ് 3 ഫ്രാക്ഷനോട്ട് ആക്കുമ്പോൾ ഓഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത്, വിഡ്ത്ത് എന്നാ പറഞ്ഞത്. അപ്പം അതിൽ നിന്നും 51/3 17 എന്ന് വരും ബ്രെഡ്ത്ത്. ലെങ്ത് 51ഉം ബ്രെഡ്ത്ത് 17ഉം ആണ്. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര വരും? 68 എന്ന് വരും. അതേ സൈഡ് കിട്ടുമല്ലോ. 4a is equal to 2 into 68 is equal to 8. സോ മൈനസ് ആണ് ഇത്. ഫോർ എ മൈനസ് 4a minus 136 is equal to 8. 4a is equal to 144 എന്ന് വരും. അതിന് എത്ര വരും? 36. a 36, സൈഡ് 36 എന്ന് കിട്ടി. സ്ക്വയറിന്റെ സൈഡ് ഇതാണ് സ്ക്വയർ, അകത്തുള്ളതാണ് സ്ക്വയർ. ഇതിന്റെ സൈഡ് 36 എന്ന് കിട്ടി. ഇത് 36. അതിനെ എന്താണ് സറൗണ്ട് ചെയ്യുന്നത്? 10 സെന്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു സ്ട്രീറ്റ് സറൗണ്ട് ചെയ്യുന്നു. സോ ഇങ്ങോട്ടും 10 ആയിരിക്കും, ഇതും 10 ആയിരിക്കും. അപ്പൊ ടോട്ടൽ എത്ര വരും? ഈ ഫുൾ ഈ സൈഡ് 36 പ്ലസ് 20 56 എന്ന് വരും. ഇത് 56 ആണ്. സോ ഈ പുറത്തുള്ള ഔട്ടർ റെക്ടാംഗിളിന്റെ ഇത് 56, ഇതും 56 തന്നെ ആയിരിക്കുമല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 56 into 56 എന്ന് വരും. 56 സ്ക്വയർ എന്ന് വരും. 56 സ്ക്വയർ എന്ന് വരും. എന്ത്? ഏരിയ ഓഫ് റെക്ടാംഗിൾ. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്. 56 into 56 തന്നെയാണ്. മൈനസ് അകത്തുള്ള സ്ക്വയറിന്റെ ഏരിയ 36 ആണ്. 36 സ്ക്വയർ. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പോർഷന്റെ ഏരിയ കിട്ടും. 56 സ്ക്വയർ മൈനസ് 36 സ്ക്വയർ. 56 സ്ക്വയർ എത്രയാ അറിയില്ലെങ്കിൽ സ്ക്വയർ കാണാൻ അറിയാലോ. ആദ്യമേ 5ന്റെ സ്ക്വയർ 25, പിന്നെ 6ന്റെ സ്ക്വയർ 36, 30 2 60 തമ്മിൽ ആഡ് ചെയ്യുക. 3136 ആണ് 56ന്റെ സ്ക്വയർ. 3136 മൈനസ് 36 സ്ക്വയർ അറിയാലോ. അറിയില്ലെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്യാം. 3ന്റെ സ്ക്വയർ 09, 6ന്റെ സ്ക്വയർ 36, 18 into 2 36, 1296 എന്ന് വരും. 1296 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. 4 then 8 1 1840 1840 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ട്രീറ്റിന്റെ മാത്രം, ഈ പോർഷന്റെ മാത്രം ഏരിയ. ആ പോർഷന്റെ ടോട്ടൽ കോസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള, ആ പോർഷൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഒരു സെന്റിമീറ്റർ സ്ക്വയറിന് 25 രൂപ വെച്ചിട്ടാണെങ്കിൽ ടോട്ടൽ 1840 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്യാൻ എത്ര രൂപയാകും? എത്രയാകും? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 25 into 1840. 25. ഇത് മൾട്ടിപ്ലിക്കേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. 25 എന്ന് പറയുന്ന 5ന്റെ സ്ക്വയർ ആണ്. 5ഓ 5ന്റെ സ്ക്വയറോ വെച്ച് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്കും പഠിച്ചു വെച്ചേക്കുക. ഒരു നമ്പറിന്റെ 5 വെട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പകുതി എടുക്കുക, റൈറ്റ് സൈഡിലോട്ട് 0 ഇട്ട് കൊടുക്കുക. 25 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പകുതി എടുക്കുക, ഒന്നും കൂടി പകുതി എടുക്കുക, 2 0 റൈറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 2 പ്രാവശ്യം പകുതി എടുക്കുന്നതിന് പകരം ഡിവൈഡഡ് ബൈ 4 ചെയ്താലും മതി. 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഈസി വേ ആണ് ഞാൻ പറഞ്ഞത്.
സോ ഇനി ഒരു പ്രാവശ്യം പകുതി എടുക്കുമ്പോ എത്ര വരും? 18409 വരും. 18ന്റെ പകുതി 9, 920 എന്ന് വരും. ഒന്നും കൂടി പകുതി എടുത്താലോ? 4 വരും, 6 വരും, 0, 2 0 കൂടി ഇട്ട് കൊടുക്കുക. ആൻസർ 46,000 ആണ്. 46,000 ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കട്ടിംഗ് ദ ഗ്രാസ്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ മതി. യൂണിറ്റ് 1 മീറ്റർ സ്ക്വയറിന് 6 രൂപ വെച്ചിട്ട് ടോട്ടൽ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടോ അത്രയും ചെയ്യാൻ എത്ര രൂപയാകും? സോ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് ആണ്. ഏരിയ കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് ഇവിടുത്തെ ആൻസർ വേണ്ട. ഇവിടെ 6 മീറ്റർ സ്ക്വയർ ചെയ്യാൻ, 1 മീറ്റർ സ്ക്വയർ 6 രൂപയ്ക്ക് ചെയ്യാൻ ടോട്ടൽ 8712 ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫെൻസിങ് ദ ബൗണ്ടറി, കോസ്റ്റ് ഓഫ് ഫെൻസിങ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ് വേണ്ടത്. 1 മീറ്ററിന് 11 രൂപ വെച്ച് ടോട്ടൽ എത്ര മീറ്റർ ഉണ്ടോ അത്രയും ചെയ്യാൻ എത്ര രൂപയാകും? സോ ഇവിടെ മീറ്റർ ആണ് യൂണിറ്റ്, കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ. പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബൗണ്ടറിയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, 11 കൊണ്ട് മൾട്ടിപ്ലൈ. അല്ലെങ്കിലും ബൗണ്ടറി എന്ന് പറയുമ്പോൾ ചുറ്റളവ് തന്നെ ആയിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ബൗണ്ടറിയാണ് നമ്മൾ ചുറ്റളവ് എന്ന് വിളിക്കുന്നത്. ഇതിപ്പോ സ്ക്വയർ ആണെങ്കിൽ ഇതിനകത്തുള്ള പോർഷൻ ഇതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ, ഈ ബൗണ്ടറി ആണ് എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ, ചുറ്റളവ്. സോ ഇവിടെ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് വേണം 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇതവർ കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏരിയ കിട്ടും. 1 മീറ്റർ സ്ക്വയറിന് 6 രൂപ വെച്ച് ടോട്ടൽ 8,712 രൂപയായി ടോട്ടൽ കോസ്റ്റ്. സോ ഇതിൽ നിന്ന് 8712 ഡിവൈഡ് ബൈ 6 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം. ലെങ്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫെൻസിങ് ദി ബൗണ്ടറി, പെരിമീറ്റർ ഇൻറ്റു 11. 1 മീറ്ററിന് 11 രൂപ വെച്ച് ടോട്ടൽ എത്ര മീറ്റർ ഉണ്ടോ അത്രയും ഫെൻസിങ് ചെയ്യണം. സോ അതേ ഇൻറ്റു 11 ചെയ്യണം. 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്, ഈസിയാണ്. One 936. Okay. One 936 ആൻസർ പറഞ്ഞായിരുന്നല്ലോ ആരും? രേഷ്മ. ഓക്കെ, 1936 നോക്കണം.
നോക്കിയാലോ? സോ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ ആണ് 1:3. ടോട്ടൽ കോസ്റ്റ് ഓഫ് കട്ടിംഗ് ദി ഗ്രാസ് ഓഫ് ദി ഫീൽഡ് അറ്റ് ദ റേറ്റ് ടു ₹6 per meter square. 1 meter സ്ക്വയറിന് 6 രൂപ വെച്ചിട്ട് ടോട്ടൽ എത്ര മീറ്റർ സ്ക്വയർ, അതാണ് ഏരിയ, അത്രയും മീറ്റർ സ്ക്വയർ ചെയ്യാൻ 8712 രൂപയായത്. അപ്പൊ ഇവിടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഡിവൈഡ് ചെയ്താൽ പോരെ? നിങ്ങൾക്ക് അത് തെറ്റെന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് തന്നേക്കുന്നത് ജസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ എന്ന് പറയുന്നത് 8712/6 എന്ന് വരും. 8712/6 എത്ര വരും? ഒരു പ്രാവശ്യം പോകും, 27 വരും. 1452 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, സോറി മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടും. ഏരിയ എന്ന് പറയുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ലെങ്ത് ഞാൻ x ആയിട്ട് എടുക്കുന്നു, ബ്രെഡ്ത്ത് 3x. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ 1452. ഇതിന് 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? x² is equal to 4. 484. 484 എന്ന് വരും. x². x എത്ര വരും? 22. 22 സ്ക്വയർ ആണ് 484. സോ x 22 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ, ചുറ്റളവ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L + B. ലെങ്ത് 22 തന്നെയാണ്. ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് 3 × 22, 66. ഓക്കെ, ഇതെത്ര വരും? 2 × 88 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ 176 എന്ന് വരും. ഇത് പെരിമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് കോസ്റ്റ് ആണ്. 1 മീറ്റർ ഫെൻസിംഗിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് 11 രൂപയാണ്. 1 മീറ്റർ ചെയ്യാൻ 11 രൂപയാകുമെങ്കിൽ ടോട്ടൽ 176 മീറ്റർ ചെയ്യാൻ എത്ര രൂപയാകും? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ 176 പെരിമീറ്റർ ഇൻറ്റു എമൗണ്ട്. 1 മീറ്ററിന്റെ എമൗണ്ട് 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഈസിയാണ്. ലാസ്റ്റ് നമ്പർ തന്നെ ആയിരിക്കും 6. അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് പോവാം. ഇത് 13 വരും, 3 എടുക്കുക, 1 ക്യാരി ചെയ്യുക. ഇത് 7 + 1 8 വരും, 8 + 1 9 വരും. ലാസ്റ്റ് 1 × 1 1 വരും. 1936 rupees ആണ് ആൻസർ. 1936. Okay, next question. Find the number of largest possible square slabs which can be paved on the floor of 3 meter 24 centimeter long and 8 meter 28 centimeter broad. ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്ററിലോട്ടോ മീറ്ററിലോട്ടോ കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. അപ്പൊ 3 മീറ്റർ 300 സെന്റിമീറ്റർ ആവും. 300 + 24 324 സെന്റിമീറ്റർ എന്ന് വരും ലെങ്ത്. ആൻഡ് 800 + 28 828 സെന്റിമീറ്റർ എന്ന് വരും ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടും ഫ്ലോറിന്റെ. സോ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളതുകൊണ്ട് ഫ്ലോർ റെക്ടാംഗിൾ ആയിട്ട് എടുക്കാം. റെക്ടാംഗിളിനകത്ത് എത്ര ലാർജസ്റ്റ് സ്ക്വയർ സ്ലാബ്സ് വെക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്പർ കണ്ടുപിടിക്കാൻ എപ്പോഴും ഇങ്ങനെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ലാർജർ ഫിഗർ. ഇതിനകത്ത് ലാർജർ ഫിഗർ ഏതാണോ അത്. ഏതാണ് ലാർജർ ഫിഗർ? ഇതില് ഏതിനകത്താണോ കൊണ്ടുവെക്കുന്നത്? നമ്മൾ ഈ ഫ്ലോറിനകത്താണ് വെക്കുന്നത്. സോ ഫ്ലോർ റെക്ടാംഗിൾ ഷേപ്പിലാണ്. റെക്ടാംഗിളിന്റെ ഏരിയ ബൈ സ്ക്വയറിന്റെ ഏരിയ. ഏരിയ ഓഫ് സ്മോളർ ഫിഗർ സ്ക്വയർ അല്ലേ. ഓൾസോ ഇവിടുത്തെ
ലെങ്ത് ഓഫ് ലാർജസ്റ്റ് പോസിബിൾ സ്ക്വയർ സ്ലാബ് എന്ന് പറയുന്നത് HCF ആയിരിക്കും. ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും HCF ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റുമെന്നോ. സോ ഇവിടെ റെക്ടാങ്കിളിന്റെ ഏരിയ ബൈ സ്ക്വയറിന്റെ ഏരിയ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 300 + 24 324 സെന്റിമീറ്റർ ആയിട്ടും ബ്രെഡ്ത്തിനെ 800 + 28 828 സെന്റിമീറ്റർ ആയിട്ടും എടുക്കുക. ലെങ്തും ബ്രെഡ്ത്തും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. സോ നമ്പർ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ലാർജസ്റ്റ് പോസിബിൾ സ്ക്വയർ സ്ലാബ്സ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ 324 × 828 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ കാണുമെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് വേണം. സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ HCF എടുത്താൽ നിങ്ങൾക്ക് സ്ക്വയറിന്റെ സൈഡ് കിട്ടും. ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും HCF ആണ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയും. HCF ഓഫ് 324 ആൻഡ് 828 ഇതാണ് സൈഡ് ഓഫ് സ്ക്വയർ. ചിലപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ലാർജസ്റ്റ് സ്ക്വയർ സ്ലാബ് which can be paved on the floor of 3 meter, അങ്ങനെ വരാം. അപ്പൊ നിങ്ങൾ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇതിന്റെ HCF, LCM അല്ല HCF എടുക്കണം. 324ന്റെയും 828ന്റെയും HCF. എത്ര വരും HCF? HCF കാണാൻ അറിയാലോ, 324ഉം 828ഉം. രണ്ടിനെ നമുക്ക് 9 വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാലോ. 9 വെച്ചിട്ട് 3 ടൈംസ് 54 എന്ന് വരും, 6 ടൈംസ് 36 എന്ന് വരും. ഇതോ, ഇത് 9 ടൈംസ് 81 വരും, 2 ടൈംസ് 92. ഇനി ഇതിന് രണ്ടിനെ ഇനിയും കോമൺ ആയിട്ട് ഏത് വെച്ച് കട്ട് ചെയ്യാം? 2 വെച്ച് കട്ട് ചെയ്യാം. 18 വരും, 46 വരും. ഇനി 2 വെച്ച് കട്ട് ചെയ്യാം, 9 വരും, 23 വരും. ഇനി കട്ട് ചെയ്യാൻ പറ്റില്ല, രണ്ടിനെയും കട്ട് ചെയ്യാൻ പറ്റണം. പറ്റുമോ? രണ്ടിനെയും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം, പറ്റത്തില്ല. സോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. LCM ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുന്നതാണ് LCM. ബട്ട് ഇവിടെ HCF ആണ്. HCF മീൻസ് ഈ സൈഡിലുള്ളത് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 9 36 ആണ് ഇവിടുത്തെ HCF. HCF എന്ന് പറയുന്നത് 36 ആണ്. സോ സൈഡ്, അതാണ് സൈഡ്. എന്തിന്റെ സൈഡ്? സ്ക്വയറിന്റെ സൈഡ്. സോ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ ആണ്. 36 × 36 എന്ന് വരും. ഇത് കട്ട് ചെയ്യാം. ഇത് 36 × 9 ആണ്. ഇത് 9 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ 92 ടൈംസ് വരും. 4 വെച്ച് കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്യാലോ. 46 23 വരും. 23 × 9 ആണ് ആൻസർ. 23 × 9 എത്രയാ? 207. സോ 207 സ്ക്വയർ സ്ലാബ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. 207 ലാർജസ്റ്റ് പോസിബിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ HCF എടുത്തിട്ട് വേണം സൈഡ് കണ്ടുപിടിക്കാൻ. 207 ആണ് ആൻസർ. Next question. ഇത് ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കാൻ വേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഹൗ മച്ച് മണി കോസ്റ്റ് ആണ് വേണ്ടത്? എന്തിന്റെ? rectangle field will spend for putting a fence around it at the rate of rupees 5 per centimeter.
ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് നേരത്തെ ഇതുപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇതുപോലെ ചെയ്തിരുന്നാൽ മതി. രണ്ട് പെരിമീറ്റർ തന്നിട്ടുണ്ട് സ്ക്വയർ ഫീൽഡിന്റെ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? സൈഡ് കണ്ടുപിടിക്കാം. Then area of rectangular field is equal to the difference between the area. അതിന് രണ്ടിന്റെ ഏരിയ കണ്ടുപിടിച്ച് ഡിഫറൻസ്, അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഏരിയ, റെക്ടാങ്കിളിന്റെ ഏരിയ. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ലെങ്തും കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ഫീൽഡിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. സോ റെക്ടാങ്കിൾ ഫീൽഡ് 1 സെന്റിമീറ്റർ 5 രൂപ വെച്ച് ടോട്ടൽ പെരിമീറ്റർ കണ്ടുപിടിക്കണം. റെക്ടാങ്കിളിന്റെ ടോട്ടൽ പെരിമീറ്റർ കണ്ടുപിടിക്കുക, ഇൻറ്റു 5 ചെയ്യുക. പെരിമീറ്റർ ഇൻറ്റു 5 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ? സർക്കിളിന്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, പൈ ആർ സ്ക്വയർ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് 6 കിട്ടും. റേഡിയസ് കണ്ടുപിടിക്കാം. റേഷ്യോ കൊടുത്തേക്കുന്നത് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തും സർക്കിളിന്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ്. സർക്കിളിന്റെ റേഡിയസിന്റെ ഒറിജിനൽ വാല്യൂ നമുക്കറിയാം, അതിൽ നിന്നും റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം. Then circumference of the circle 2 pi r is equal to the perimeter of the rectangle 2 into L plus B. Then rectangle area. What is the area of the rectangle? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളുടെ ഓൺലൈൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടത്തില്ലല്ലോ. ഓഫ്ലൈൻ പോലെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ലല്ലോ. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കാണത്തുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും തരാം. ഇതുകൊണ്ടൊന്നും ആവുന്നില്ല. ഇപ്പൊ 2 മണിക്കൂർ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. വെച്ചിട്ട് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇക്വേഷൻസ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഞാൻ ഒരു പാലോഗ്രാമിന്റെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഇവിടെ ഇപ്പൊ പറയാം. പാലോഗ്രാമിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ലാസ്റ്റ് പറയാം. പാലോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ ഇതിലില്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ പാലോഗ്രാമിന്റെ ജസ്റ്റ് ഇക്വേഷൻ ഏത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ പറയാം. പാലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഈക്വലുമാണ്. അതാണ് പാരലോഗ്രാം. പാരലോഗ്രാം ആണെന്ന് വെച്ചോ. ഇതിന്റെ ഹൈറ്റ് h, ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. പാരലോഗ്രാമിന്റെ കേസിൽ ഏരിയ മാത്രം ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്.
ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ബേസ് ഇവിടെ B1 ഉണ്ടെങ്കിൽ B1 ഇൻറ്റു ഹൈറ്റ് H1 ആണെങ്കിൽ B1 ഇൻറ്റു H1 എന്ന് വരും. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. അപ്പൊ നോക്കാം. സർക്കിളിന്റെ ഏരിയ πr² ആണ്. πr² ആണ് 1386. സോ 22/7 ഇൻറ്റു r². അതാണ് 1386 എന്ന് കൊടുത്തേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഇതിനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു 11 കൊണ്ടുള്ള കാൽക്കുലേഷൻ എപ്പോഴും ഈസിയാണ്. അതിനുവേണ്ടി ഞാൻ 22നെ സ്പ്ലിറ്റ് ചെയ്ത് 11 ഇൻറ്റു 2 എടുക്കും. 11 ഇൻറ്റു 2. എന്നിട്ട് എനിക്ക് 11 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 11 വെച്ചിട്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ 11 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ 0 ആയിരിക്കണം. 0 ആണെങ്കിൽ 11 ഡിവിസിബിൾ ആയിരിക്കും. ഇതിപ്പോ ആണ്. സോ ഞാൻ ഇതും കട്ട് ചെയ്യാൻ പോവാണ്. ഒരു പ്രാവശ്യം പോകും. 28 കിട്ടും. 2 ടൈംസ് 22, 6ഉം കൂടി 66 കിട്ടും. 6 ടൈംസ് 126 എന്ന് വരും. ഇത് ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇതിനെ ഇനിയും കട്ട് ചെയ്യാലോ. 2 വെച്ചിട്ട് 6 ടൈംസ് 63. സോ r² പറയുന്നത് 7 ഇൻറ്റു 63 എന്ന് വരും. 63 എനിക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യാം. 9 ഇൻറ്റു 7 എടുക്കാം. സോ r എത്ര വരും? r റൂട്ട് ഓഫ് 49 ഇൻറ്റു 9 വരും. റൂട്ട് 49 7 ആണ്, അല്ലെങ്കിൽ 7 റൂട്ട് 9 3 ആണ്. സോ റേഡിയസ് 21 സെന്റിമീറ്റർ എന്ന് വരും. സർക്കിളിന്റെ റേഡിയസ് 21 സെന്റിമീറ്റർ ആണ്. ഇനി ബ്രെഡ്ത്തും റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തും സർക്കിളിന്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ കൊടുത്തിട്ടുണ്ട് 4:3. ഈ 3ന്റെ ഒറിജിനൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 21 ആണ്. 321 ആകാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 4 ഇൻറ്റു 7 28 ആയിരിക്കും ബ്രെഡ്ത്ത്. Then ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് if the circumference of the circle, circumference means 2πr, 2 into 22/7 into r 21 is equal to perimeter of the rectangle 2 into L അറിയില്ല, ലെങ്ത് അറിയില്ല, ബ്രെഡ്ത്ത് അറിയാം 28 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കട്ട് ചെയ്യാം, 3 ടൈംസ് കട്ട് ചെയ്യാം. ഇത് 66 എന്ന് വരും. 66 ഈക്വൽ ടു ലെങ്ത് പ്ലസ് 28 എന്ന് വരും. ലെങ്ത് എത്ര വരും? 38 എന്ന് വരും. സോ ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ലെങ്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, റെക്ടാങ്കിൾ ആയതുകൊണ്ട് 28 ഇൻറ്റു 38 എന്ന് വരും. ഇതിപ്പോ നിങ്ങൾ ഫുൾ ചെയ്ത് നൺ ഓഫ് ദീസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ഫുൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. 8 ഇൻറ്റു 8 64, ലാസ്റ്റ് 4 അവസാനിക്കും. സോ ഇത് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കാൻ. പക്ഷെ ഇവിടെ നൺ ഓഫ് ദീസ് വന്നതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഫുൾ അല്ലാണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വരും, 6 ക്യാരി ചെയ്യാം, 6 വരും, 4 10 1064 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചോദിച്ചോ? ഗ്രീഷ്മ കൈതട്ടി വന്നതാണോ?
ഇംഗ്ലീഷിന്റെ ക്ലാസ് വേണമെന്നോ ഓൺലൈൻ ക്ലാസ് വേണമെന്നോ അതാണോ? ഓക്കെ, ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞേക്കാം. ക്ലാസ് എല്ലാം നമ്മുടെ ആപ്പിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെ ഇടാത്തത്. നിങ്ങൾക്ക് അതാണ് ടൈം ടേബിളിനകത്ത് ഇന്ന ദിവസം ഏത് ക്ലാസ് നോക്കണം എന്നുള്ളത് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതാണ് ക്ലാസ് അങ്ങനെ ഇടാത്തത്. ക്യു എ റീസണിങ് മാത്രം ഇടുന്നത്. ഇംഗ്ലീഷിന്റെയും ജനറൽ അവയർനെസിന്റെ ക്ലാസ് ആപ്പിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തത്. ഞാൻ എന്തായാലും പറയാം, പറഞ്ഞേക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്ലീസ് ഡിസ്കസ് സം ഇംഗ്ലീഷ് മോക്ക് പേപ്പർ. ഇംഗ്ലീഷ് അതിനും മോക്ക് പേപ്പർ ഡിസ്കസ് ചെയ്താൽ മതി. നോൺ നീഡ് സെപ്പറേറ്റ് ക്ലാസ്സസ്. ഓക്കെ, ഞാനത് സാറിന്റെ ജസ്റ്റ് പറഞ്ഞ് നോക്കാം. ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്നുള്ളത് ഞാൻ ചോദിച്ചത്. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാറില്ല. ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം. ഓക്കെ, ഇതൊക്കെയാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്തു. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. എക്സ് മൈനസ് 8 സെന്റിമീറ്ററുമാണ്. ഏരിയ സ്ക്വയറിന്റെ ഏരിയ ആണ് 324 തന്നേക്കുന്നത്. ആൻഡ് പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ഈസ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ 8 സെന്റിമീറ്റർ മോർ, 8 സെന്റിമീറ്റർ ലെസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തിനെ കുറിച്ചാണോ പറഞ്ഞേക്കുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണത്. സോ ഇവിടെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ മൈനസ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ആണ് 8. ആൻസർ കിട്ടിയോ? സ്ക്വയർ ഏരിയ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് സ്ക്വയറിന്റെ സൈഡ് കിട്ടും. 324 ആണ് ഏരിയക്ക്. സൈഡ് എത്രയായിരിക്കും? അതിന്റെ റൂട്ട് ആയിരിക്കും സ്ക്വയർ റൂട്ട് 18 ആയിരിക്കും. നോക്കാം നമുക്ക്. സോ ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത്
ലെങ്ത് എക്സ് ആയിട്ടും ബ്രെഡ്ത്തിന് x-8 ആയിട്ടുമാണ് അവർ എടുത്തേക്കുന്നത്. ഏരിയ സ്ക്വയറിന്റെ ഏരിയ ആണ് A² ആണ് 324. അപ്പൊ എന്തായിരിക്കും √324 18 എന്ന് വരും. 18 ആണ് ഏരിയ. ഏരിയ അല്ല സൈഡ്. ദെൻ ഏരിയ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ. പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4a. അത് അത്ര അധികം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. മൈനസ് പെരിമീറ്റർ ഓഫ് 2 × L + B. ഇതാണ് 8. 4a. A 18 ആണെങ്കിൽ 8 × 4 72 എന്ന് വരും. മൈനസ് 2 × ലെങ്ത് എക്സും ബ്രെഡ്ത്ത് x-8 ആണ്. അപ്പൊ 2x-8 എന്ന് എടുക്കാം. ഇസ് ഈക്വൽ ടു 8 എന്ന് വരും. ഇതിന്ന് 64 ഈസ് ഈക്വൽ ടു 2 × 2x-8 എന്ന് വരും. കട്ട് ചെയ്യാം. 32 എന്ന് വരും. സോ 2x എത്ര വരും? 40. അതിൽ നിന്ന് x എത്ര വരും? 20. x 20 ആണെങ്കിൽ ലെങ്ത് 20, ബ്രെഡ്ത്ത് 20 മൈനസ് 8 12. കണ്ടുപിടിക്കേണ്ടത് ഏരിയ 20 × 12 240 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. 240 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഒരാൾ ആൻസർ പറഞ്ഞായിരുന്നു. ഓക്കെ. ഇനി ഞാൻ ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടി ചെയ്തേക്കാം. എന്നിട്ട് ഇത് മാത്രം ഞാൻ പറഞ്ഞു, ഇത് മാത്രം പോരെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇപ്പം എന്തൊക്കെയാണ് 2D വരുന്നത്, 2D ഫിഗേഴ്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2D ഫിഗേഴ്സ്. ദെൻ ഇക്വേഷൻസ് എന്തൊക്കെയാണ്. ഇക്വേഷൻസ് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. മെൻസുറേഷൻ ടോപ്പിക്കിൽ ഫസ്റ്റ് ആയിട്ട് ഇക്വേഷൻ പഠിക്കണം, എന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇമ്പോർട്ടന്റ് 2D ഫിഗേഴ്സ് ഇതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞ. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ക്വയറും റെക്ടാങ്കിളുമാണ്. സ്ക്വയർ, റെക്ടാങ്കിൾ, ദെൻ സർക്കിൾ, ട്രയാങ്കിൾ, റോംബസ്, പാരലോഗ്രാം, ട്രപ്പീസിയം. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ഈ ആർക്ക് ലെങ്ത് സെക്ടർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും ജോമെട്രിയിലാണ് വരുന്നത്. ഇതിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ മെൻസുറേഷൻ ടോപ്പിക്കിൽ അങ്ങനെ വരാറില്ല. സോ ഇത് 2D ആയിരുന്നു നമ്മൾ നേരത്തെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 3D ഫിഗേഴ്സ് ആയിട്ടുള്ള ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, കോൺ അതെല്ലാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വരുന്നത് നല്ലതായിരിക്കും. 3D ഫിഗേഴ്സിന്റെ ഇക്വേഷൻസ് പെട്ടെന്നൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു സജഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഇവിടെ അറിയിച്ചേക്കാം. താങ്ക് യു.